പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം ജീവനുള്ള ദൈവത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. ജീവനുള്ള ദൈവത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സർവശക്തനും സർവത്തിൻ്റെ ഉടയവനും ആദ്യന്തമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനുമായ ആ ദൈവം ആദിയും അന്തവുമില്ലാത്തവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനും ആയ ദൈവമാണ് എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. മനുഷ്യരോടുള്ള സ്നേഹം മൂലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിക്കുകയും നസറത്തിൽ എളിയ ഭവനത്തിൽ വസിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനും 50-ാം ദിവസം പരിശുദ്ധാത്മ റൂഹായെ അയച്ച് നമ്മുടെ പിതാക്കന്മാരിൽ ആവസിപ്പിച്ചവനും ആയ നമ്മുടെ കർത്താവാണ് അവൻ. മാമോദീസയിലൂടെ നമ്മെ ദൈവ പൈതൽ ആക്കിയവനാണ് അവൻ. ജീവനുള്ള ദൈവമാണ് അവൻ എന്നത് സാക്ഷാത്കരിക്കുന്നതിനായി തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. 42-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നമുക്ക് ഒന്ന് നോക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവിക്കുന്ന ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. നമ്മളിൽ എത്ര പേരെ മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നമ്മിൽ എത്ര പേരുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? അങ്ങനെ ചിന്തിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട്? ഈ ലോക ഇമ്പങ്ങളിൽ മുഴുകി ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതായ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊരു ചിന്തയിലൂടെ കഴിയാൻ എത്ര സമയം നമ്മൾ ഒരു ദിവസം എടുക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. കാരണം മറ്റുള്ളവർ നിരീശ്വരവാദികളായ ആൾക്കാർ നിന്നോട് ചോദിക്കും, നിന്റെ ദൈവം എവിടെ? നിനക്ക് ഇത്രയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ നീ നിന്റെ ജീവനുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാണ് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഈ ലോകത്തിൽ ലഭിക്കാത്തത് എന്നൊക്കെയും ചോദിച്ച് നമ്മളെ വിഷമിപ്പിക്കുന്ന അവസരത്തിൽ നാം നമ്മുടെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് ഇതേവരെ നമുക്ക് കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. നാം ഇന്ന് വായിച്ചു കേട്ടതായ ഈ സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതിയ 11 സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. നാം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ജീവനുള്ള രക്ഷിതാവിനെ അന്വേഷിക്കുന്നുവോ എന്ന് നോക്കേണ്ടതുണ്ട്. നാം അവനായി ദാഹിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. നാം അവനിലേക്ക് ചെന്ന് ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ? അവനെ നാം നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും. ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ ലോക ജീവിതത്തിൻ്റെ ആ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ നാം എത്ര പേരുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ, കഴിഞ്ഞ രാത്രികാലം നീ എന്നെ നല്ല രീതിയിൽ ഉറങ്ങുവാൻ സഹായിച്ചതിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ നീ എന്നെ കാട്ടിയതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേരുണ്ട്? അതിനുശേഷം നമ്മൾ ചെയ്യുന്നതായ ഓരോ നല്ല പ്രവർത്തികളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞാൻ ഈ കാര്യം ചെയ്യുന്നു, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? അതിനുശേഷം ആ കാര്യം സമ്പൂർണമായതിനു ശേഷം നാം ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം എന്തെന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവനെ നമ്മൾ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ നമ്മളുടെ അനുഗ്രഹങ്ങൾക്കും കൃപാവരങ്ങൾക്കും വേണ്ടി നമ്മൾ നന്ദി പറയാറുണ്ടോ? അതാണ് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. അങ്ങനെ നന്ദി പറയുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. നമ്മൾ മാമോദീസയിലൂടെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണോ നാം ജീവിക്കുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ വാസ്തവം ഇതാണ്, ആകൽ കർത്തായാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്.
കാരണം നമ്മുടെ ഈ ലോക പ്രവൃത്തിയിൽ, നമ്മൾ ഈ ലോകത്തിലെ ഇമ്പങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ആകൽക്കർസ സമ്മതിക്കാതെ നാം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാതെ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോൾ ആകൽക്കർസായാണ് ജയിക്കുന്നത്. അങ്ങനെ ആകൽക്കർസ ജയിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു നേരവും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്വോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം സൽപ്രവർത്തികൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ ചിന്തയും നല്ലത് തന്നെ എപ്പോഴും ആയിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു സത്യപ്രതിജ്ഞ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ സർവശക്തനാണ്, സർവത്തിൻ്റെയും ഉടയവനാണ്, ആദിയും അന്തവുമില്ലാത്തവനാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ്, അവരെ കാത്തു പരിപാലിക്കുന്നവനാണ്. നാം ഇതൊക്കെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൈവം ജീവനുള്ളവനാണ് എന്ന് തിരിച്ചറിയുവാൻ, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. ജീവനുള്ള ദൈവത്തെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം അവനെ രുചിച്ചറിയണം. നാം അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായ വാമൊഴിയും വരമൊഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ വചനങ്ങൾ വായിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്, ഭക്തിഗാനങ്ങൾ ആലപിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയും മനസ്സിലാകും. അത് മനസ്സിലാക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയതിനാൽ അവരിൽ ആശ്രയിച്ച് ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിനായി നമുക്ക് ശക്തി തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണമേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.